ഹായ്, വെൽക്കം ടു ലവ്ലി ടിൻസ്. ലവ്ലി ടിൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാർത്തിക വേലയുടെ വിശേഷങ്ങളാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ ഫാമിലി മൊത്തം, രണ്ട് ചേച്ചിമാർ, അമ്മ, ചേട്ടന്മാർ, മക്കൾ, അതുപോലെ തന്നെ ചേച്ചിയുടെ നാത്തൂൻ്റെ ഫാമിലി, അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് കാർത്തിക വേല കാണാൻ പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയ സമയത്താണ് നമ്മുടെ ഈ കുഞ്ഞു ബാബ, നമ്മുടെ തക്കുടു എന്നാണ് അവരുടെ പേര്, കല്ലുമോളുടെയും കാശുമോളുടെ ഒക്കെ ഒരു 3 മാസം ഇളയതാണ് അവൻ ഭയങ്കര നന്നായി അവൻ കൊട്ടും. കാരണം അവൻ്റെ അച്ഛൻ നന്നായി കൊട്ടും, പിന്നെ അവൻ്റെ വല്യച്ഛൻ, അതുപോലെ തന്നെ അവിടുത്തെ മക്കൾ എല്ലാവരും ഇങ്ങനെ കൊട്ടുന്ന പിള്ളേരാണ്. അപ്പോൾ അവനും അവരുടെ കൂടെ നിന്ന് കൊട്ടി നല്ല പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് ചെണ്ട മേടിച്ചപ്പോൾ അവൻ കൊട്ടാണ്. നമ്മുടെ കല്ലുമോൾ കൂടെ കൂടിയിട്ടുണ്ട്. കല്ലുമോൾക്ക് കൊട്ടാനൊന്നും അറിയില്ല, കാരണം കല്ലു ആദ്യമായിട്ടാണ് ചെണ്ട കൈ പിടിക്കുന്നത്. അപ്പോൾ കാശ് പക്ഷേ ഒരു രക്ഷയില്ല, കാശ് ഒന്നിനും കൂടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവർ ചെണ്ട കൊട്ടി നിൽക്കുന്നതാണ് ഇവിടുത്തെ കാർത്തിക വേല എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു കാവത്തിണ്ടൽ പ്രക്രിയയാണ്. ഓരോ സമുദായത്തിലുള്ള ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് അവരെ കുടുംബക്കാർ കൊണ്ടുവരുന്ന വഴിപാടുകളാണ് അമ്പലത്തിലേക്ക് എത്തുന്നത്. ഈ വഴിപാടുകൾ ഇങ്ങനെ അമ്പലത്തിനെ 3 തവണ പ്രദക്ഷിണം വയ്ക്കുന്നതോടുകൂടി കാർത്തിക വേല അവസാനിക്കും. അങ്ങനെ കുംഭഭരണി എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങൾക്ക് രേവതിയുടെ അന്ന് മുതൽ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ആ തട്ടകത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് കുറേ ഭാഗങ്ങളുണ്ട്. അങ്ങനെ ഓരോ ഭാഗത്തു നിന്നും ഓരോ ദിവസം ഓരോ പരിപാടികളാണ്. അങ്ങനെ ലാസ്റ്റ് ദിവസമാണ് ഈ കാർത്തിക. അതോടുകൂടി അമ്പലത്തിലെ പരിപാടികളെല്ലാം അവസാനിക്കും. ഇനി നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഓരോ സമുദായക്കാർ കൊണ്ടുവന്ന വഴിപാടുകളാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കാർത്തിക വേല കാണാം.